ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമന നടപടികളിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചു. സെർച്ച് കമ്മിറ്റിയിൽ UGC പ്രതിനിധിയെ ഉൾപ്പെടുത്തണമെന്നും ഹർജിയിൽ പറയുന്നു. ഗവർണറുടെ നടപടി ജനാധിപത്യ മര്യാദ ലംഘിക്കുന്നതാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു പറഞ്ഞു. ഡിജിറ്റൽ KTU സർവകലാശാലകളിൽ വേഗത്തിൽ VC നിയമനം ഉണ്ടാകണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം നിലനിൽക്കെയാണ് ഗവർണറുടെ പുതിയ നീക്കം. വൈസ് ചാൻസലർ നിയമന പ്രക്രിയയിൽ നിന്ന് മുഖ്യമന്ത്രിയെ നീക്കണമെന്നും സെർച്ച് കമ്മിറ്റിയിൽ UGC പ്രതിനിധിയെ ഉൾപ്പെടുത്തണമെന്നുമാണ് ഗവർണറുടെ ആവശ്യം. UGCയെ കക്ഷി ചേർക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ അപേക്ഷയും നൽകിയിട്ടുണ്ട്. ഗവർണറുടെ നടപടി ജനാധിപത്യ മര്യാദ ലംഘിക്കുന്നതാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു. സംസ്ഥാന ഗവൺമെന്റിനെ പാടെ ഒഴിവാക്കുക എന്നുള്ള സമീപനമാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് വളരെയധികം ഖേദകരമാണ്. മുഖ്യമന്ത്രി എന്നുള്ളതല്ല, സംസ്ഥാന ഗവൺമെന്റിന് ഇതിൽ പങ്കുണ്ടാകേണ്ടതില്ലേ? സുപ്രീം കോടതി നിലപാടിനെ അംഗീകരിക്കാതെയാണ് ഗവർണറുടെ പോക്കെന്ന് MP ഗോവിന്ദൻ. കോടതി കൃത്യമായൊരു നിലപാട് ഞങ്ങൾ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് ഇവർക്ക് അംഗീകരിക്കാൻ സാധിക്കാതെ ഒന്നായിട്ട് വന്നു. അപ്പോഴാണ് അതിന്റെ അപ്പീലും കാര്യങ്ങളായിട്ട് പോകുന്നത്. അത് സ്വാഭാവികമുള്ള കാര്യമാണ്. കോടതി തന്നെ തീരുമാനിക്കട്ടെ നമുക്കാണ്. VC നിയമനം 2 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ചാണ് സുപ്രീം കോടതി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത്. റിട്ടയർഡ് ജഡ്ജി സുധാൻഷു ധൂലി അധ്യക്ഷനായ സെർച്ച് കമ്മിറ്റിയിൽ സർക്കാരിന്റെയും ഗവർണറുടെയും 2 പ്രതിനിധികൾ വീതമാണുള്ളത്. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്ന പാനൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്ക് ശേഷമാണ് ഗവർണർക്ക് കൈമാറേണ്ടതെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഈ നിർദ്ദേശത്തിന്മേലാണ് ഗവർണർ സർക്കാരുമായി കൊമ്പുകോർക്കാൻ ഒരുങ്ങുന്നത്. മീഡിയ 1, ഡൽഹി.